പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം
കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വമൊക്കെ പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെയാണ്, ഇസ്രയേലിലാണ്. അപ്പം അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പം നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും. ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പം ആ യോപ്പ, അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്, ഹീനമെന്ന് വിളിക്കരുത്. ബൈബിളിൻ്റെ ഒരു നിലപാട് കണ്ട, അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് പറയും. അപ്പം അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, കെസറിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താണ്? വിജാതിയർ, ഹീനജാതികളെന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പം ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? പോയി. അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. പത്രോസ്, അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ളവരെല്ലാം ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം
ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണേണ്ടല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പത്തോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്തോസ് പറഞ്ഞ് ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ നിനക്ക് ഇത് ടേക്ക്, ഇത് ഇവരെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല, അവർണനുമില്ല, സവർണനുമില്ല. ഇവനെന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷെ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടമുണ്ട്. നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം, ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പരിശുദ്ധ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബൈബിൾ സ്വീകരിച്ചവരെ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിസുകാർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ കൂനംകുരിശെന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോൾ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസം അല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. സന്തോഷം വചനത്തിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൂടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന സന്തോഷം നിനക്ക് അനുഭവമായിട്ട് വരും. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവ അനുഭവമാണ് കൂടുതൽ കിട്ടുന്നത്. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ദൈവാനുഭവം കിട്ടും, എല്ലാവർക്കും. അത് ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് പലവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം കുറേ പേർക്ക് വരാറില്ലേ? വെറുതെ ഇരുന്നാൽ ഉറക്കം വരില്ല, ടി വി കണ്ടാൽ പോലും ഉറക്കം വരില്ല. പക്ഷേ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും. ഇല്ലേ? വരാറുണ്ടോ? കുറേ പേർക്ക് ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ്, നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക്
എടുക്കാം. പാസ്വേഡാണ് പരിശുദ്ധാത്മാവ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വചനത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് അത്രയ്ക്ക് മൂല്യമുള്ളതാണ്, അത്രയ്ക്ക് വിലയുള്ളതാണ്. അപ്പോൾ വചനത്തോട് വില അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ മതിപ്പ് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഉറക്കം എന്നത്, അതിനെ സീരിയസ്നെസ് മനസ്സിലാകാത്തത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കയ്യിൽ ബസ്സിൽ നീ പോകുമ്പോഴത്തേക്കും 1 കോടി രൂപയുടെ ഒരു സൂട്ട് കേസ് ബാഗ് നീ എടുത്തുകൊണ്ട് ആണ് പോകുമ്പോൾ നമ്മൾ ഉറങ്ങുക. എപ്പോഴും എതിലാണ് ശ്രദ്ധിക്കുന്നത്? ആ ബാഗിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഇത് 1 കോടിയൊന്നുമില്ല, ഇത് 1000 ലക്ഷം കോടിയാണ് ബൈബിളിലുള്ളത്. പക്ഷേ നമ്മൾ ബൈബിൾ കയ്യിലെടുത്തവർ എത്ര പേരാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ കയ്യിലുണ്ട്? ഉണ്ട്, ഒരാളുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2-3 പേര്, ബാക്കി എല്ലാവരും എടുക്കണം. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ജീവിക്കാൻ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വചനത്തോടുള്ള വില മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഉറക്കം എന്നാ ബൈബിള് വായിക്കാൻ മടി തോന്നുന്നത്. ഈ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു കടമയായിട്ട് എങ്ങനെയും വായിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് വായിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മത് വായിക്കേണ്ടത് ശ്രദ്ധിച്ച്, ചിലപ്പോൾ ഒരു അധ്യായം തന്നെ നിങ്ങൾ 1/2 മണിക്കൂർ വായിക്കുകയും, അല്ല ഒരു വചനം എടുത്ത് വെച്ച് 1/2 മണിക്കൂർ അത് തന്നെ ചൊല്ലി വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം കുറേ കാര്യം വെളിപ്പെടുത്തി തരും. വചനം നീ ധ്യാനിക്കണം, അത്രേ ഉള്ളൂ. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ കൂടുതൽ തന്നെ ആയിപ്പോകും നമുക്കതിനോട് ശ്രദ്ധയും മതിപ്പും തോന്നുമ്പോൾ. ഹല്ലേലൂയ. അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ വചനത്തിൻ്റെ അകത്തുള്ളത് എന്നിലേക്ക് എത്തിക്കണത് എങ്ങനെയാണ്, വചനം മാംസമാക്കുന്നത് എങ്ങനെയാണ്, അതാണ് നമുക്ക് വേണ്ടിയത്. പരിശുദ്ധാത്മാവ് കൂടി ഇതിൽ ചേരണം. വചനം. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വചനം പ്ലസ് പരിശുദ്ധാത്മാവുമ്പോഴത്തേക്ക് മെറ്റീരിയലായിട്ട് മാറും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യം ദൈവാനുഭവമായിട്ട് നിങ്ങളെ കയ്യിലേക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പലവർക്ക് ലഭിക്കാതിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ വചനം ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകില്ല, കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടാകും, വചനത്തിൽ വിശ്വാസം ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് വചനം പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽസ് ടു ദൈവാനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ വചനത്തിലേക്ക് ആദ്യം വരാം. ഈ വചനം 2 രീതിയിലുണ്ട്. വചനം പ്രയോജനമുള്ള വചനമായി മാറ്റണം ആദ്യം. നിങ്ങൾക്ക് പലവരും വചനം വെറുതെ വായിക്കും, പക്ഷെ അത് പ്രയോജനം ചെയ്യില്ല. ആ വചനം കൊണ്ടുപോയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഹെബ്രിയ 4-ാം അധ്യായം 2-ാം തിരുവചനം. വചനം അവർക്ക് പ്രയോജനം ചെയ്തില്ല, അവർ അത് വചനത്തിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പ്രയോജനമുള്ള വചനമാക്കണമെങ്കിൽ നമുക്ക് 2 പോയിൻ്റേ ഉള്ളൂ. വചനം പ്ലസ് പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടിയത്. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടും. ഇത് ഞാൻ വെറുതെ ഇല്ല പറയണേ, ഇന്ന് തന്നെ കിട്ടും. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഭവം അപ്പം കിട്ടും. എന്താണെന്നാ, വചനം ഒരിക്കലും നുണയാകില്ലെന്നാ ഈശോ ആദ്യം 16-17 എന്ത് സ്വർഗവും ഭൂമിയും ഇല്ലാതായി പോയാലും എൻ്റെ വചനം മാറില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല. ഇത് വെറുതെ ഒരു നേർച്ച പോലെ ഇങ്ങനെ കുറേ വചനം വായിക്കുക, മനസ്സിലാക്കുകയില്ല. അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടുന്നത് അതുപോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അത് ആദ്യം വേണ്ടിയത് വചനം. അപ്പോൾ വചനം പ്രയോജനമുള്ള വചനമാക്കി മാറ്റണം, അതിൽ വിശ്വാസം കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് വിശ്വാസം കൊണ്ടുവരിക? വിശ്വാസം കിട്ടുന്നത് നമ്മളെ വിശ്വാസം അധികമാക്കണം, വചനത്തിൽ വിശ്വാസം. അപ്പോൾ നമ്മളെ വിശ്വാസം ചിലപ്പോൾ കെട്ടിരിക്കുകയായിരിക്കും, ഇല്ലാതിരിക്കുകയായിരിക്കും. അപ്പോൾ വിശ്വാസം കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ വിശ്വാസം വേണം അവിടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഒരു പ്രക്രിയ, നമ്മുടെ ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇത് ഈ വചനം കേൾക്കുമ്പോൾ ഉറങ്ങരുത് കേട്ടാ. ഉറക്കം വരുമ്പോൾ സ്തുതിക്കുക.
ഇത് പലപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നാൽ ഉറങ്ങില്ല. വചനം കേൾക്കുമ്പോൾ സാത്താൻ ചെയ്യുന്ന പരിപാടി നമ്മൾ ഉറക്കിക്കളയും. ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല. പിന്നെ കേൾക്കാം, പിന്നെ എഴുതിയെടുക്കാം, ഇല്ല യൂട്യൂബിൽ കേൾക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നേരിട്ടിപ്പോൾ കേൾക്കാൻ സാധിക്കാത്തവർ യൂട്യൂബ് ഒന്നും തുറക്കില്ല. പ്രൈസ് ദി ലോർഡ്. തുറക്കും, 1 മിനിറ്റ് നോക്കിയിട്ട് അത് അങ്ങോട്ട് ഓഫ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഒരു ലക്ഷ്യം വേണം. എനിക്ക് ഈ കാര്യം സാധിച്ചെടുക്കണം, എനിക്ക് ദൈവാനുഭവം കിട്ടണം. ഈ വിഷയം കുറേ കാലമായിട്ട് ദൈവ വാഗ്ദാനം തന്നിരിക്കുക, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുക, എന്നോട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അത് ഞാൻ സാധിച്ചെടുക്കണം. ദൈവത്തിൻ്റെ ഇരുന്ന് വാങ്ങിച്ചെടുക്കണം. അത് വാഗ്ദാനത്തിൽ കിടക്കുക, അത് വാഗ്ദാനമായിട്ട് തന്നെ കിടക്കുക, അത് പാർസലായിട്ടിരിക്കുക, അത് എനിക്ക് റിസീവ് ചെയ്യണം. അത് കിട്ടാനുള്ള മാർഗമായി നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വചനത്തിലേക്ക് വിശ്വാസം വേണം. വിശ്വാസമുള്ളവർ വചനം വായിക്കണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ നമ്മൾ റേഞ്ച് കൂട്ടിയെടുക്കണം. എന്നിട്ട് വചനം ധ്യാനിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അത് വിശ്വസിച്ച് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ വേറെ എവിടെയും പുറത്തു പോയിട്ട് ഇതിനെ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിത രീതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്റ്റാൻഡ് മാറ്റുക, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി മാറുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുക? അത് റോമ 4-ാം അധ്യായം 20 ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം കൂടുതലാകും, വിശ്വാസം ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം ശക്തിപ്പെടും, കൂടുതലാകും. ആ വിശ്വാസം മതി. ആ വിശ്വാസം ഉണ്ടെങ്കിൽ വചനം നിനക്ക് പ്രയോജനമായിരിക്കും. ആ വചനത്തെ എടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ നിനക്കത് ദൈവാനുഭവമായിട്ട് മാറും. എന്ത് ചോദിച്ചാലും ലഭിക്കും. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക, ഇതാണ് വിഷയം. ഇത് കറക്റ്റ് ലിങ്കാണ്. ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക? യോഹന്നാൻ 17:4 ദൈവം ഏൽപ്പിച്ച ജോലിയെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് അവസാനം വരെ ഞാൻ ഇടയ്ക്ക് വെച്ച് വെറുക്കില്ല, വിടില്ല, വിട്ടുകളയില്ല. പലവരും ഡൈവേഴ്സിനെ കുറിച്ച് ഓർക്കും. ദൈവം തന്നതാണ്, അത് പൂർത്തീകരിക്കണം, അവസാനം വരെ പൂർത്തീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലവർ ജോലി സ്ഥലത്ത് അവർക്ക് ആ സാഹചര്യങ്ങളൊക്കെ അവർക്ക് പ്രതികൂല സാഹചര്യമായിരിക്കും, എല്ലാവരും എതിരായിരിക്കും. എങ്ങനെയും ഈ ജോലി കളഞ്ഞിട്ട് വേറെ സ്ഥലത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നതാണ്. ചിലപ്പോൾ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാനാണ് എന്നോട് പറയണത്. ദൈവം തന്നതാണ്. തൂക്കാൻ പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് തൂക്കും. അവസാനം വരെ ദൈവം വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നവരെ അത് പരിപൂർണമായിട്ട് ഇത് എൻ്റെ ജോലിയായിട്ട്, ദൈവം തന്ന ജോലിയായിട്ട് ഞാൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ചില രോഗങ്ങൾ, അതിനെക്കുറിച്ച് എപ്പോഴും വിഷമമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം തന്നതാണ്. കൃപയ്ക്ക് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ദൈവം എനിക്ക് ഈ വേദന തന്നതാണ്. ഇത് ഞാൻ പരിപൂർണമായിട്ട് ഏറ്റെടുത്ത് അത് എങ്ങനെയാണ് നമ്മൾ അവഗണിക്കുന്നത്? എങ്ങനെയാണ്? കരഞ്ഞും പിറുവിറുക്കുമ്പോഴാണ് അവഗണിക്കുന്നത്, കട്ട് ചെയ്ത് കളയണം, പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നത്. അത് ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവമഹത്വമാണ്. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ രോഗത്തോടെ ഞാൻ കുർബാനയ്ക്ക് പോകും, ദൈവത്തെ ഞാൻ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. പിറുവിറുക്കില്ല. സ്തുതിക്കുന്നത് പിറുവിറുക്കാന്ന് പറഞ്ഞാൽ സ്തുതിപ്പിൻ്റെ എതിരാണ്. കുറ്റം പറച്ചൽ, എപ്പോഴും പിറുവിറുപ്പ്. എൻ്റെ ജീവിതം എങ്ങനെയായി? എനിക്ക് ഭവനം തന്നില്ല, വാടക വീട് മാത്രമാണ്. പ്രാർത്ഥനയില്ലാത്തവർക്കൊക്കെ ഭവനം കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. വാടക വീട് പോലും കുടിലാണ്. മഴയത്ത് വെള്ളം ചോരും, കുഴപ്പമില്ല. ദൈവം തന്ന ജോലി ഞാൻ പൂർത്തീകരിക്കും. ഈ കുടിലിൽ എന്നോട് താമസിക്കാൻ പറഞ്ഞിട്ട് ഞാൻ താമസിക്കും. അവിടെ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കിഷ്ടമില്ലാത്ത ജോലി ആണെങ്കിലും ദൈവം തന്ന ഞാൻ ഇത് മനസ്സോടെ ഇത് ഞാൻ ചെയ്യും.
ഭംഗിയായിട്ട് ചെയ്യും. ചിലപ്പോൾ ചില അമ്മായിയമ്മ അവർ ദുരിതമാണ്, കുറ്റം പറച്ചിലും ബഹളവുമാണ്. പക്ഷെ അവർക്ക് ഒരു രോഗം വന്നാൽ ഞാൻ നോക്കും, ദൈവം തന്നതാണ്, അത് ഞാൻ പൂർത്തീകരിക്കും. അവർ ഈ കുറ്റം പറഞ്ഞാലും എന്നെ വെറുത്താലും എനിക്കെതിരെ എന്ത് സംസാരിച്ചാലും ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവമഹത്വം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം പെട്ടെന്ന് കിട്ടും. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദൈവം തന്നിരിക്കുക. ദൈവാനുഭവം തരാൻ വേണ്ടിയിട്ട് നിന്നെ വെറുക്കുന്നവർ ചിലപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അവരെ വിട്ട് ഒഴിഞ്ഞു പോകാനില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോമ 12:14 നിന്നെ വെറുക്കുന്നവരും